അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറത്ത്, വെറും 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്ത്. എന്നാൽ നിരന്തരം ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളാണ്. ഈ സൂറത്തിനെ കുറിച്ച് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്ക് എത്രത്തോളം മഹത്വമുണ്ടോ അതിനേക്കാളും മഹത്വം പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽപ്പെട്ട ഈ വെറും 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്തിനുണ്ട് എന്ന് മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ആ സൂറത്തിൻ്റെ മഹത്വം. ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ ജീവിതം തന്നെ പച്ച പിടിച്ച് കിട്ടുമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാം, അത് ജീവിതത്തിൽ പതിവാക്കാം. ഇത് പതിവാക്കുന്നവർ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ല. അവരുടെ ജീവിതത്തിലും ബിസിനസ്സുകളിലും മറ്റുള്ള എല്ലാ മേഖലകളിലും വലിയ വിജയമുണ്ടായിത്തീരാൻ കാരണവും കൂടിയാണ് ഈ സൂറത്ത്. അള്ളാഹു പതിവാക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. സൂറത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം. സൂറത്തുൽ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നസ്ർ വെറും 3 ആയത്തുകൾ മാത്രമുള്ള തുടങ്ങുന്ന 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ്. എപ്പോഴാണ് ഈ സൂറത്ത് ഓതേണ്ടതെന്ന് പറയാം. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും 7 തവണ ഈ സൂറത്ത് പാരായണം ചെയ്യുക. അയാൾക്ക് കിട്ടുന്ന 7 വലിയ നേട്ടങ്ങൾ പറഞ്ഞു തരാം. ചുരുക്കി തന്നെ പറഞ്ഞു തരാം. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ഈ സൂറത്ത് ഓതിയാൽ 7 തവണ നിസ്കാരത്തിന് ശേഷം ഓതിയാൽ അള്ളാഹു അവൻ്റെ നിസ്കാരം സ്വീകരിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ പവർ. രണ്ടാമത്തെ വിശേഷണം പറയാം. ഈ സൂറത്തിന് അള്ളാഹു കൊടുക്കുന്ന പവർ, നാളെ ഖിയാമത്ത് നാളിൽ നമ്മുടെ എല്ലാ ഫർദുകളും വീട്ടിയവനായിട്ടായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ അവൻ ഹാജരാക്കുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതിയാൽ എത്രയോ ഫർദുകൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് അത് വീണ്ടെടുക്കാൻ ഈ സൂറത്ത് കാരണം വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നൊരു കാര്യം പറയാം. അക്രമങ്ങൾ ആരുടെയും ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്നറിഞ്ഞാൽ, ശത്രുവിനെ ഭയപ്പെടുന്നുണ്ടോ എന്നറിഞ്ഞാൽ ഈ സൂറത്ത് നിങ്ങളെ ഒന്നും തൊടാൻ പോലും ആവില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതം പച്ച പിടിച്ചിരിക്കും. അതായത് ആ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചൊരിയും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. 5 മിനിറ്റ് പോലും നമുക്ക് സമയം വേണ്ട ഇത് ഓതാൻ. അടുത്ത വിശേഷണങ്ങളും പറയാം. ഈ സൂറത്ത് കൊണ്ടുള്ള ഗുണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിൽ പോയി കിടക്കണം, ഇരുട്ടറയിൽ പോയി കിടക്കണം. അവിടെ വെളിച്ചം പകരാൻ ഈ സൂറത്ത് വലിയ കാവലാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും മഹാന്മാർ പറയുകയാണ്, എല്ലാ നിസ്കാര ശേഷവും ഈ സൂറത്ത് പതിവാക്കിയാലുള്ള നേട്ടം അവനിക്ക് ദുനിയാവിൽ തന്നെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ നന്മയുടെ വാതിലുകളും അള്ളാഹു തുറന്നു കൊടുക്കും. അവസാനമായിട്ട് മഹാന്മാർ പറയുകയാണ്, സ്വർഗ കവാടങ്ങൾ അവനിക്ക് തുറന്നു കൊടുക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും അവനിക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടിക്കപ്പെടുകയില്ല, അവനിക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ എപ്പോഴും എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക, 7 തവണ ഓതുക. അള്ളാഹു വലിയ തൗഫീക്കും ഹിമ്മത്തും റാഹത്തും ഒക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.